ജയരാജനെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്താത്തതിൽ അതൃപ്തി പരസ്യമാക്കി മകൻ ജെയിൻ രാജ്. എം സ്വരാജിന്റെ വാചകം വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ആക്കി. വർത്തമാനകാല ഇന്ത്യയിൽ മറിച്ചൊരു വിധിയുണ്ടാകുമെന്ന് നിഷ്കളങ്കരെ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ എന്ന എം സ്വരാജിന്റെ പഴയ FB പോസ്റ്റാണ് പങ്കുവച്ചത്. ഷഫീഖ് നസറുള്ള വിവരങ്ങൾ നൽകും. ഷഫീഖ, P ജയരാജനെ സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്താത്തതിനെതിരെയാണ് മകൻ പ്രതികരിച്ചിരിക്കുന്നത്. എന്താണ് ഫേസ്ബുക്ക് പോസ്റ്റിലുള്ളത്? എം സ്വരാജ് ഫേസ്ബുക്ക് പോസ്റ്റിൽ മറ്റൊരു അവസരത്തിലിട്ട അതേ വാചകങ്ങൾ അതിന്റെ സ്ക്രീൻഷോട്ട് തന്നെ ഷെയർ ചെയ്ത രൂപത്തിലാണ് തന്റെ അമർഷം രേഖപ്പെടുത്തിയിട്ടുള്ളത്. വർത്തമാനകാല ഇന്ത്യയിൽ മറിച്ചൊരു വിധി ഉണ്ടാകുമെന്ന് നിഷ്കളങ്കരെ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ എന്ന എം സ്വരാജിന്റെ വാചകം, അത് പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടതിന്റെ റിസൾട്ടിലുണ്ടായ സന്ദർഭത്തിൽ എം സ്വരാജ് പങ്കുവെച്ച ഫേസ്ബുക്ക് പോസ്റ്റാണ്. ആ ഫേസ്ബുക്ക് പോസ്റ്റാണ് സ്റ്റാറ്റസ് ആക്കിയിരിക്കുന്നത്. 27 വർഷമായി സംസ്ഥാന സമിതി അംഗമാണ് P ജയരാജൻ. ഇത്തവണ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് ഉൾപ്പെടുത്തിയിട്ടില്ല. 72 വയസ്സായിരിക്കുന്നു. 75 വയസ്സ് എന്ന പ്രായപരിധി അടുത്ത സമ്മേളനത്തോടുകൂടിയാവും. അങ്ങനെയാണെങ്കിൽ സംസ്ഥാന സമിതിയിൽ നിന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്കുള്ള ഒരു വളർച്ച ഉണ്ടാവില്ല. സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് പോവാതെ തന്നെ സംസ്ഥാന സമിതി അംഗമായി തന്നെ പാർട്ടിയുടെ നേതൃപദവിയിൽ നിന്ന് ഒഴിവാവേണ്ടി വരും. ഈ ഒരു അമർഷമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നേരത്തെ ഉള്ള പല വിവാദ വിഷയങ്ങളിലും ബന്ധപ്പെട്ട് P ജയരാജൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടും എന്ന് കരുതിയിരുന്നില്ല, ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. ഇത് തന്നെയാണ് പരസ്യമായി ആരെങ്കിലും അത് പ്രതീക്ഷിച്ചിരുന്നോ എന്ന ചോദ്യത്തിലൂടെ തന്റെ അമർഷം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജില്ലാ സെക്രട്ടറി ആയിരുന്ന സമയത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതിന് പിന്നാലെ ആ ജില്ലാ സെക്രട്ടറി പദവി P ജയരാജന്, കണ്ണൂർ ജില്ലാ സെക്രട്ടറി പദവി P ജയരാജന് നൽകിയിരുന്നില്ല. മറ്റൊരു ഘട്ടത്തിൽ അങ്ങനെ ആയിരുന്നില്ല പാർട്ടി കണ്ടിരുന്നത്. പാർട്ടിയേക്കാൾ കൂടുതൽ സ്വീകാര്യത കണ്ണൂരിൽ P ജയരാജനുണ്ടോ എന്ന സംശയവും അതോടൊപ്പം തന്നെ PJ ആർമി അടക്കമുള്ള കാര്യങ്ങളും വിഷയങ്ങളും വന്നപ്പോൾ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം P ജയരാജൻ ഒരു വലിയ തലവേദനയാവുകയായിരുന്നു. അങ്ങനെ ഇത്തവണയും P ജയരാജനെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തും എന്നാരും കരുതിയിരുന്നില്ല. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ P ജയരാജനേക്കാളും ജൂനിയറായ നേതാക്കൾക്ക് അവസരം ലഭിച്ചപ്പോൾ ഇത്തവണയും P ജയരാജനെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്താതിരുന്നതിലുള്ള ഒരു അമർഷം, കണ്ണൂർ ജില്ലയിൽ വലിയ സ്വീകാര്യതയുള്ള നേതാവാണ് P ജയരാജൻ. പാർട്ടി അംഗങ്ങളുടെ വലിയ പിന്തുണയുണ്ട്. ആ പിന്തുണയുള്ള പലരും P ജയരാജനെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്താതിരിക്കുന്നതിൽ ഉള്ള അമർഷം രേഖപ്പെടുത്തുന്നുണ്ട്. അതിൽ പരസ്യമായി ആരെങ്കിലും അത് പ്രതീക്ഷിച്ചിരുന്നോ? ഈ ഒരു ഘട്ടത്തിൽ P ജയരാജനെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തുമെന്ന് ആരെങ്കിലും പ്രതീക്ഷിച്ചിരുന്നോ എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ട് തന്റെ അമർഷം രേഖപ്പെടുത്തുകയാണ് മകൻ ചെയ്തത്. MV ജയരാജൻ ഉൾപ്പെടെയുള്ള P ജയരാജനേക്കാൾ ജൂനിയർ ആയിട്ടുള്ള നേതാക്കൾക്ക് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അവസരം ലഭിച്ചപ്പോൾ, കണ്ണൂരിൽ നിന്ന് കൂടുതൽ അംഗങ്ങൾ ആ രൂപത്തിൽ തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അവസരം ലഭിച്ചപ്പോൾ P ജയരാജന് അവസരം ലഭിച്ചിട്ടില്ല. 27 വർഷമായി സംസ്ഥാന സമിതി അംഗമാണ്. 98 മുതൽ സംസ്ഥാന സമിതിയിലുണ്ട്. ആ 27 വർഷമായി സംസ്ഥാന സമിതി അംഗമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന P ജയരാജൻ കണ്ണൂരിലെ മികച്ച നേതാവ്, ജനകീയ നേതാവ്, ഒരു പാർട്ടി അംഗങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്വീകാര്യതയുള്ള ഒരു നേതാവ്. ആ നേതാവിന് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അംഗമാവാതെ തന്നെ പാർട്ടിയുടെ പദവികളിൽ നിന്ന് അടുത്ത സമ്മേളനത്തോടെ ഇറങ്ങി വരേണ്ടി വരും എന്ന ഒരു പ്രതിഷേധവും അമർഷവുമാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ്. എം സ്വരാജ് നേരത്തെ മറ്റൊരവസരത്തിൽ ഫേസ്ബുക്കിലിട്ട പോസ്റ്റാണ് ഇപ്പോൾ സ്റ്റാറ്റസ് ആക്കിയിരിക്കുന്നത്. അതിൽ P ജയരാജനെ ഒതുക്കാനുള്ള സംസ്ഥാന സമിതിയിൽ നിന്ന് മുകളിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പരിഗണിക്കാതിരിക്കുന്നതിലുള്ള അമർഷം രേഖപ്പെടുത്തുകയും ആ തന്റെ സഹപ്രവർത്തകരോട്, കണ്ണൂരിലെ മറ്റു പ്രവർത്തകരോട് പങ്കുവെക്കുകയും ചെയ്യുന്ന ഒരു സ്റ്റാറ്റസ് ആണ് ഇട്ടിരിക്കുന്നത്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് P ജയരാജനെ ഇത്തവണയും പരിഗണിക്കാത്തതിനെതിരെയാണ് ഇപ്പോൾ മകൻ ജെയിൻ രാജ് രംഗത്തെത്തിയിരിക്കുന്നത്. പഴയ എം സ്വരാജിന്റെ ഒരു പഴയ FB പോസ്റ്റ് പങ്കുവെച്ചുകൊണ്ടാണ് ജെയിൻ രാജ് രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായാലും അതൃപ്തി കൂടുതൽ ശക്തമായി കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ്. ഷഫീഖ് നസറുള്ളയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.